എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരളത്തിലെ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ്, അതുപോലെ തന്നെ ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ് എന്നിവയിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂലൈ 6-ാം തീയതിയാണ്. അപ്പോൾ ജൂലൈ 6-ാം തീയതിക്കാവും വിദ്യാർത്ഥികളുടെ അപേക്ഷകൾ അതത് നഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പാളിൻ്റെ കൈവശം എത്തിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് dhs.kerala.gov.in/notification/ എന്നുള്ള ഈ ഒരു പേജ് വഴി ജനറൽ നഴ്സിംഗ് കോഴ്സിൻ്റെയും അതുപോലെ ഓക്സിലറി നഴ്സിംഗ് കോഴ്സിൻ്റെയും പ്രോസ്പെക്ടസ്, നോട്ടിഫിക്കേഷൻ, അപേക്ഷാ ഫോറം എന്നിവ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതത് അപേക്ഷാ ഫോറങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക, അതുപോലെ പ്രോസ്പെക്ടസിലും ഡൗൺലോഡ് ചെയ്തെടുക്കുക. കാരണം പ്രോസ്പെക്ടസിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജനറൽ നഴ്സിംഗിൻ്റെ ഈ ഒരു അപേക്ഷയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് അപേക്ഷയോടൊപ്പം ഉൾക്കൊള്ളിക്കേണ്ടത് എന്നുള്ള കാര്യം പറയാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ അയക്കേണ്ട ഡോക്യുമെൻ്റല്ല, അതായത് അപേക്ഷ അയക്കേണ്ട അഡ്രസ്സ് ഏതാണെന്നുള്ളത് പ്രോസ്പെക്ടസിൽ ഏറ്റവും അടിയിലായിട്ട്, അതായത് 36-ാമത്തെ പേജിലായിട്ടാണ് അതായത് 35-ാമത്തെ പേജിലായിട്ടാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അഡ്രസ്സും അതുപോലെ തന്നെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ഡീറ്റെയിൽസും ഈ സ്ക്രീനിൽ കാണാവുന്നതാണ്. ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തു വയ്ക്കുക. കാരണം പല വിദ്യാർത്ഥികളും ഈ ഒരു അപേക്ഷ അയക്കേണ്ട അഡ്രസ്സും അതുപോലെ അവിടുത്തെ കോൺടാക്റ്റ് ഡീറ്റെയിൽസും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തു വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നഴ്സിംഗ് സ്കൂളുകളിലേക്കുള്ള, അതായത് നിങ്ങൾക്ക് നേരിട്ട് പോയിട്ട് അപേക്ഷ കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തപാൽ വഴി അയക്കാം. അപ്പോൾ ഇനി തപാൽ വഴി അയക്കുകയാണെങ്കിൽ നിങ്ങൾ സ്പീഡ് പോസ്റ്റ് അയക്കുന്നതായിരിക്കും നല്ലത്. കാരണം സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് അവിടെ എത്തുന്നതാണ്. നിങ്ങൾക്ക് നേരിട്ട് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷയോടൊപ്പം നൽകുന്ന ഡോക്യുമെൻറ്റ്സൊക്കെ, അതായത് ഡോക്യുമെൻറ്റ്സിൻ്റെ കോപ്പിയൊക്കെ അറ്റസ്റ്റഡ് ആയിരിക്കണം. അത് നിങ്ങൾക്ക് സെൽഫ് അറ്റസ്റ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഏതെങ്കിലും ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്യുന്ന വളരെയധികം സിമ്പിളാണ്. നിങ്ങൾ ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, അതായത് നിങ്ങൾ അയക്കുന്ന ആ ഒരു കോപ്പിയുടെ, അതായത് സർട്ടിഫിക്കറ്റ് കോപ്പികളുടെ ഏറ്റവും അടിഭാഗത്തായിട്ട് നിങ്ങൾക്ക് സെൽഫ് അറ്റസ്റ്റഡ് ബൈ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പേരും അതുപോലെ തന്നെ ഒപ്പം ഇടുക. അപ്പോൾ ഇത്രമാത്രമാണ് സെൽഫ് അറ്റസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു അപേക്ഷയോടൊപ്പം നൽകേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷനായിട്ട്, അതായത് നിങ്ങൾ ഈ ഒരു അപേക്ഷ നൽകുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റായിട്ട് SSLC അല്ലെങ്കിൽ തത്തുല്യ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയാണ് കൊടുക്കേണ്ടത്. അത് കോപ്പി ഇതൊക്കെ അറ്റസ്റ്റ് ചെയ്തിരിക്കണം. നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കാം. അതുപോലെ നിങ്ങളുടെ +2ൻ്റെ മാർക്കിൻ്റെ പകർപ്പ്, അതുപോലെ നിങ്ങൾക്ക് വല്ല സ്പെഷ്യൽ റിസർവേഷനോ ഫീസ് ഇളവിന് എന്തെങ്കിലും ക്ലെയിമുകളോ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റ്, അതായത് ഇൻകം സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. അതുപോലെ SCBC സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. അത് SCBC എന്ന് പറഞ്ഞാൽ അവർക്ക് അത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ്. SCBC സർട്ടിഫിക്കറ്റ് അല്ല, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ്. അതുപോലെ തന്നെ SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ തഹസിൽദാറിൽ നിന്ന് ലഭിച്ചിട്ടുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു SCBC OEC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്. അതുപോലെ നിങ്ങൾക്ക് മിശ്രജാതി വിവാഹ സർട്ടിഫിക്കറ്റ്, അതായത് ഈ ഒരു നിങ്ങളുടെ മാതാപിതാക്കൾ മിശ്രജാതി വിവാഹം ചെയ്തവരാണെങ്കിൽ അവരുടെ വിവാഹ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അത് തഹസിൽദാറിൽ നിന്ന് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭിന്നശേഷി ഉണ്ടെങ്കിൽ ജില്ലാ മെഡിക്കൽ ബോർഡിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി. അതുപോലെ കേരളീയൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു കേരളത്തിൽ ജനിച്ചവർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ജനനസ്ഥലം രേഖപ്പെടുത്തിയിട്ടുള്ള SSLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അതുപോലെ തന്നെ പാസ്പോർട്ടിൽ ജനനസ്ഥലം രേഖപ്പെടുത്തിയിട്ടുള്ള പേജിൻ്റെ കോപ്പി, അതുപോലെ ജനന സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അതുപോലെ ഉദ്യോഗാർത്ഥിയുടെ രക്ഷിതാവ് കേരള കേഡറിലേക്ക് അനുവദിച്ച അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥനാണെന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ കോപ്പി മാത്രമാണ് ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ കേരളീയർ അല്ലാത്തവർ കാറ്റഗറി 1 വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്ക് നേറ്റിവിറ്റി തെളിയിക്കുന്നതിന് അനുബന്ധത്തിൽ നൽകിയിട്ടുണ്ടായിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ ഇത്രയും മാത്രമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കോപ്പിയാണ്. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ചലാൻ അടച്ചതിൻ്റെ ആ ഒരു റെസിപ്റ്റ്, അത് ചലാൻ അടച്ച ആ ഒരു റെസിപ്റ്റിൻ്റെ ഒറിജിനലാണ് വേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമായിരുന്നു എന്താണ് GRN നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ GRN നമ്പർ എന്ന് പറഞ്ഞാൽ ചലാൻ നമ്പറാണ്. അപ്പോൾ ആ ഒരു ചലാൻ അടച്ച റെസിപ്റ്റിൻ്റെ ആ ഒരു പേപ്പറിൽ GRN എന്ന് പറഞ്ഞുകൊണ്ട് നമ്പർ രേഖപ്പെടുത്തിയിടാം. അതാണ് ചലാൻ നമ്പർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു നമ്പറാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിൽ നൽകേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾ ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഈ ഒരു ട്രഷറിയുടെ പേര്. അതും നിങ്ങൾ ഈ ട്രഷറി വഴിയാണ് അടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു
ചലാനിൽ ഏത് ട്രഷറി വഴിയാണ് ട്രഷറിയുടെ പേരെന്താണെന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതാണ് ട്രഷറി നെയിമായിട്ട് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു അഡ്രസ്സിലാണ് അടയ്ക്കേണ്ടത്, അതായത് ഈ ഒരു ഫീസ് അടയ്ക്കേണ്ടത് 0210-- അതുപോലെ തന്നെ 80-800-88 എന്നുള്ള അതിലാണ്. അപ്പോൾ ഇത് ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ അതായത് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണ് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ശീർഷകമാണ്, അതായത് ട്രഷറി അക്കൗണ്ടിൻ്റെ ആ ഒരു ഹെഡാണ്, അതായത് ട്രഷറി അക്കൗണ്ടിൻ്റെ ആ ഒരു അതായത് അക്കൗണ്ട് നമ്പറാണത്. അപ്പോൾ മെഡിക്കൽ എഡ്യൂക്കേഷൻ്റേതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് അഡ്രസ്സ്, അതായത് ആ ഒരു അക്കൗണ്ട് നമ്പർ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് അതത് നഴ്സിംഗ് സ്കൂളുകളുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ നഴ്സിംഗ് സ്കൂളുകളിലോ ആണ് പ്രസിദ്ധീകരിക്കുക. അതുപോലെ തന്നെ ഇത് പ്രസിദ്ധീകരിച്ച ശേഷം മുൻഗണനാക്രമത്തിൽ നിങ്ങളെ കോളേജിൽ നിന്നും കോൺടാക്റ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ കോൾ അറ്റൻഡ് ചെയ്യുകയും അതിനുശേഷം നിങ്ങൾക്ക് അവിടേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതുമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു അപേക്ഷ നിങ്ങൾക്ക് ഈ ഒരു ജൂലൈ 6 വരെയാണ് അതത് സ്കൂളിലെ പ്രിൻസിപ്പാൾമാർക്ക് നൽകാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് നേരിട്ടോ അല്ലെങ്കിൽ തപാൽ വഴി അയക്കുന്നതാണെങ്കിൽ നേരത്തെ, അതായത് നാളെ തന്നെ ഈ ഒരു അപേക്ഷ സ്പീഡ് പോസ്റ്റിൽ അയക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു തപാൽ വഴിയല്ല നേരിട്ടാണെങ്കിൽ ഈ ഒരു ജൂൺ 6 നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നൽകാവുന്നതാണ്. അതുപോലെ തന്നെ ചലാന് നിങ്ങൾക്ക് അടക്കാനായിട്ട് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അക്ഷയ വഴി അടക്കാവുന്നതാണ്. അക്ഷയ വഴി ഈ ഒരു ട്രഷറി അക്കൗണ്ട് വഴി അവർ അടച്ചു തരുന്നതായിരിക്കും. അതിനുശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ട്രഷറി എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ട്രഷറിയാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രഷറിയിൽ പോയിട്ട് അടക്കാം. അവിടെ നിന്ന് അടക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അക്ഷയ വഴി ഈ ട്രഷറി അക്കൗണ്ട് അക്ഷയയിലുണ്ടാവും. അപ്പോൾ അതുവഴിയും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ജനറൽ കാറ്റഗറിക്ക് ഈ ഒരു 250 രൂപയും SC/ST വിദ്യാർത്ഥികൾക്ക് 75 രൂപയുമാണ് ഫീസ് വരുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് വിദ്യാർത്ഥികൾ അടച്ച് അതിൻ്റെ ആ ഒരു ചലാൻ്റെ കോപ്പി അടക്കം നിങ്ങൾ ഈ ഒരു അപേക്ഷയോടൊപ്പം നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ +2ൻ്റെ മാർക്ക് ലിസ്റ്റ്, അതുപോലെ തന്നെ SSLCയുടെ കോപ്പി, അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല ഫീസ് ഇളവുണ്ടെങ്കിൽ, അതുപോലെ റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി, അതുപോലെ തന്നെ SC/BC വിഭാഗക്കാർ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ SC/ST വിദ്യാർത്ഥികൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ ജനനത്തീയതി, അതുപോലെ തന്നെ ജനനസ്ഥലം കേരളമാണെന്ന് തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ, അപ്പോൾ എന്നിവയുടെയൊക്കെ കോപ്പിയും അതുപോലെ ചലാൻ്റെ ഒറിജിനലും അതുപോലെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടുമാണ് അപേക്ഷയോടൊപ്പം വിദ്യാർത്ഥികൾ അയക്കേണ്ടത്. അയക്കേണ്ട അഡ്രസ്സ് നിങ്ങൾക്ക് പ്രോസ്പെക്ടസിൽ ഏറ്റവും അവസാനത്തെ പേജിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക അതത് നഴ്സിംഗ് സ്കൂളിലായിരിക്കും. അതുകൊണ്ട് തന്നെ അത് പ്രസിദ്ധീകരിക്കുന്ന സമയം എപ്പോഴാണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല. അതായത് ഈ ഒരു 6 വരെ അപേക്ഷ ഉള്ളത് കൊണ്ട് തന്നെ ഏകദേശം 15 ശേഷമാണ് അതിൻ്റെ റാങ്ക് ലിസ്റ്റൊക്കെ വരിക. അപ്പോൾ നിങ്ങൾക്ക് അതത് നഴ്സിംഗ് സ്കൂളുകളിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാവുന്നതാണ്. റാങ്ക് ലിസ്റ്റ് തയ്യാറായി കഴിഞ്ഞാൽ മുൻഗണനാക്രമത്തിൽ വിദ്യാർത്ഥികളെ വിളിക്കുന്നതായിരിക്കും. അപ്പോൾ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ബോണ്ട് ഉണ്ട്. അതായത് 500 രൂപയുടെ മുദ്ര പേപ്പറിൽ നിങ്ങൾ ബോണ്ട് നൽകേണ്ടതായിട്ടുണ്ട്. അഥവാ നിങ്ങൾ കോഴ്സ് പകുതിക്ക് നിർത്തി പോവുകയാണെങ്കിൽ ഏകദേശം 50,000 രൂപ നിങ്ങൾ പേ ആയിട്ട് നൽകും എന്നും, അതുപോലെ നിങ്ങൾക്ക് ലഭിക്കുന്ന സ്റ്റൈപ്പൻഡ്, അതുപോലെ തന്നെ ഉള്ള മറ്റെന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ തിരിച്ചു നൽകുമെന്ന് നിങ്ങൾ നൽകുന്ന ഉറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോണ്ട് കൊടുക്കേണ്ടതായിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് കോഴ്സുകൾ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ആ ഒരു സമയത്ത് ബോണ്ട് നൽകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് കുറച്ച് ബോണ്ട് നൽകാനായിട്ട് കുറച്ച് ടൈം ചോദിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.